നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പതിവാകുമ്പോ ഒരു പ്രയാസവും തോന്നില്ല. ഇതാണ് സുഖമെന്ന് തോന്നും. വാ പോവാ, സമയം വൈകി. അമ്മേ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. എങ്ങോട്ടാ? ആ സന്ദീപ് എന്തോ ആക്സിഡന്റ് ആയി കിടക്കുമല്ലേ, അവനെ ഒന്ന് കാണാന്ന് വെച്ചിട്ടാ. ഓ, അങ്ങോട്ടേക്കാ? അതിനായിരുന്നോ ഈ വേഷം കെട്ടല്? ഞാൻ വിചാരിച്ചു വല്ല അമ്പലത്തിലോ മറ്റോ പോവുകയാണെന്ന്. ഒരുപാട് വേഷം കെട്ടിയാലേ ഒരു ജീവിതം പച്ച പിടിച്ച് കിട്ടും. ജീവിതം പച്ച പിടിക്കുമെങ്കില് വേഷം കെട്ടുന്ന ഒന്നൊരു തെറ്റല്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഒരു തെറ്റുമില്ല. പക്ഷേ മറ്റൊരാളിന് വിധിച്ചിട്ടുള്ള ജീവിതം സ്വന്തമാക്കാൻ വേണ്ടി ആ ആളിനെ അനുകരിച്ചുകൊണ്ടുള്ള വേഷം കെട്ടല് തെറ്റാ. ഞങ്ങളൊന്ന് പോയിട്ട് ഉടനെ വരാമേ. പാടി അമ്മ നിന്ന് താളം ചോട്ടാതെ വാ കൊച്ചേ. ചെല്ല് മോളെ, ചെന്ന് അവനെ കണ്ടിട്ട് വാ. വാ അമ്മ, നമ്മൾ പോണോ? പോണം മോളെ. അവൻ ആരെന്നോ എന്തെന്നോ ചിന്തിക്കണ്ട. അസുഖം അന്വേഷിച്ചില്ല നമ്മൾ പോകുന്നേ, അതിലൊരു കുറ്റമില്ല. ദാ അവിടെ ചെന്നിട്ട് നീ അവനോട് നന്നായിട്ട് പെരുമാറിയാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീങ്ങ വന്നേ. തമ്പിയേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. എന്താ? സന്ദീപ് പരിക്ക് പറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് എന്തോ ആക്സിഡന്റിനെ തുടർന്നാണെന്നാ നമ്മൾ കരുതിയത്. ആ, അങ്ങനെയല്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് അങ്ങനെയാ. പക്ഷേ അതൊരു അപകടം അല്ലെന്നാണ് മുരളി പിന്നീട് പറഞ്ഞത്. പിന്നെ അതൊരു ആക്രമണമായിരുന്നു. ഏതൊക്കെയോ ഗുണ്ടകളോ കവലച്ചട്ടമ്പികളോ ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ആക്രമണം. പക്ഷെ അവിടെ ആരാ അവനെ ആക്രമിക്കാനും അപായപ്പെടുത്താനുള്ളത്? വളരെ കുറച്ചുപേരേ ഉള്ളൂ അവനെ അറിയുന്നവർ. ആരോടും തല്ലിനോ വഴക്കിനോ തർക്കത്തിനോ പറയാനോ പോകുന്നവനല്ല അവൻ. അതാരാണെന്ന് അന്വേഷിക്കണം, അറിയണം. പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ എന്താന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ മേക്കേക്കുന്നിലെ മീനാക്ഷി ആന്റിയുടെ മകൻ കിഷോറെ, അവൻ കർണാടക കേദറിലെ IPS കാരനാ. ഇപ്പൊ ഏതോ സീനിയർ പോസ്റ്റില്. അവനോടൊന്ന് പറഞ്ഞാ പോലീസ് ലെവലിൽ ഒരു അന്വേഷണം ഈസിയാ. ഓ, പോലീസിന്റെ അന്വേഷണമൊക്കെ ഒരു വകയാ. അവർക്കൊരു കംപ്ലൈന്റ് കൊടുത്താൽ പിന്നെ അതിന്റെ പുറകെ നടക്കാനേ നേരം വരും. സ്റ്റേഷനിൽ വല്ലതും പോയി പരാതി കൊടുത്താലല്ലേ തമ്പിയേട്ടൻ പറഞ്ഞ തലവേദനകൾക്ക് സാധ്യതയുള്ളൂ. പകരം നമുക്ക് കിഷോറിനെ വിളിച്ച് വിവരം പറഞ്ഞാ അവൻ കീഴുദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിച്ച് വിവരം പറയില്ലേ? എന്തു തന്നെയായാലും പോലീസിന്റെ പുറകെ പോകുന്ന ഒരു തലവേദന തന്നെയാണ്. പകരം നമുക്കവിടെ നല്ല റിസോഴ്സുകളുണ്ട്. നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കാം. കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് വിവരം തരാൻ അവിടെ ആൾക്കാരുണ്ട്. നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് അത് വെച്ച് എന്ത് മുൻകരുതൽ എടുക്കണമെന്ന് തീരുമാനിക്കാം. അപ്പോ പോലീസിനെ അറിയിക്കണ്ടെന്നാണോ തമ്പിയേട്ടൻ പറയുന്നത്? അതെ, അതിന്റെ ആവശ്യമില്ല ശ്രീ. എന്നാ പിന്നെ തമ്പിയേട്ടൻ അന്വേഷിച്ചോ. പക്ഷെ എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയണം. എത്രയേട്ടാ? എന്തൊക്കെയാ കഴിച്ചത്? പൂരി മസാല 70. ഈ ഹോട്ടലിൽ തന്നെയാണോ നീ കണ്ടേ? ഇവിടെ തന്നെയാ. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആ ശരി. എന്താ, ആരെ അന്വേഷിക്കുന്നത്? അതെ, സന്ദീപ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നില്ലേ, അയാളെ കാണാനാ. ആ ഉണ്ട്. ഇതിന് മുകളിൽ ഒരു ചെറിയ സൗകര്യമുണ്ട്, അവിടെ കാണും. അതുവഴി അങ്ങോട്ട് കയറിയാൽ മതി. ഓ ശരി. വാ. സന്ദീപേ, സന്ദീപേ, ഞാൻ സൗപർണികയുടെ അമ്മ ഇന്ദുമതി. മനസ്സിലായി, ഓർമ്മയുണ്ട്. സന്ദീപിന് എന്തോ ആക്സിഡന്റ് ആയിന്നോ
ഹോസ്പിറ്റലിൽ കിടന്നു എന്നൊക്കെ കേട്ടു. അതുകൊണ്ടൊന്ന് കണ്ടേക്കാന്ന് കരുതി വന്നതാ. ഓ അതൊക്കെ കഴിഞ്ഞു, ഇപ്പൊ ഓക്കെ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. പിന്നെ ദേവിയുടെ അനുഗ്രഹവും. ആ അതെ, അതുകൊണ്ട് വലിയ പാഠങ്ങള് ചെറുതായിട്ട് മാറുന്നു. ഉം. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് മോന്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ആ ഇവളോട് ഞാൻ എപ്പോഴും പറയും, മോനെ വന്ന് കാണണം, സംസാരിക്കണം എന്ന്. അവക്ക് വലിയ മടിയാ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, ഹോട്ടലല്ലേ. ആ. അങ്ങനെ പിന്നെ കാണാനും സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. എന്നാ മോന്റെ ഫോൺ നമ്പർ അവക്ക് കൊടുത്തേക്ക്, ഇവളിടക്ക് വിളിച്ചോളും. ആ വെറുതെ ഇരിക്കുമ്പം വല്ലതും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമൊന്നും ഇല്ല ആന്റി. ആന്റി ഇരിക്കെ ഇരിക്കെ. കുഴപ്പമില്ല. കട ഒതുക്കുമ്പോ തന്നെ 10-11 മണിയാവും. ഓ പിന്നെ വന്ന് കുളിച്ച് കിടന്നൊരു ഉറക്കാം. അടുത്ത ദിവസം രാവിലെ വീണ്ടും. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന നേരം. പിന്നെ മോന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, അഖില സഹായിക്കും. വലിയ മിടിക്കുക അവള്, എല്ലാരോടും വലിയ കരുതലാ. ഹേയ് അങ്ങനെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് സ്വയം ചെയ്യാവുന്ന അത്രേ ഉള്ളൂ. നീ എന്താ ഇവിടെ? ദേവൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പിന്നെ കണ്ടില്ലെങ്കിൽ ഞാനങ്ങ് പൂക്കടയിലേക്ക് ചെല്ലാറുമുണ്ട്. മനസ്സിലായി. മോന് അവള് വലിയ ഇഷ്ടാന്നറിയാം. പക്ഷെ മോന്റെ അമ്മ സമ്മതിക്കില്ലല്ലോ. സാരല്ല മോനെ, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ദേ അഖിലെ പോലെ നല്ലൊരു കുട്ടീനെ. തൽക്കാലം അതൊന്നും ചിന്തിക്കുന്നില്ല ആന്റി. ആ കുറച്ച് കഴിഞ്ഞാൽ കടയിൽ തിരക്കാവും. ആന്റി ഇറങ്ങല്ലേ? ആ അതെ, ഞങ്ങൾ ഇറങ്ങുവാ. വാ ദേവിട്ടി വാ. സന്ദീപിന് തിരക്കായിരിക്കും, നമ്മൾ ഇവിടെ നിന്ന് അവൻ അസൗകര്യാവും. വാ മോളെ, നീ വാ. എന്ത് ഭാവിച്ച നീ അഴിഞ്ഞാടി നടക്കുന്നേ? 2 ചായ പടേ. ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമായത്. എന്ത് ധൈര്യത്തില നീ ഇവിടെ ഒറ്റയ്ക്ക് കയറി നടക്കുന്നേ? നീയും അവനുമായിട്ടുള്ള കല്യാണം ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. അതറിയാവുന്നതുകൊണ്ടാ ഇവക്കെങ്കിലും ആ ജീവിതം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ കരുതുന്നേ. നീ ഇങ്ങനെ അവന്റെ പിറകെ നടന്ന അതും നടക്കാണ്ട് പോവും, ആർക്കും ഇല്ലാണ്ട് പോവും. ഓരോരുത്തരും അവരവരുടെ അവസ്ഥ അനുസരിച്ച് വേണം മോഹിക്കാൻ. ഒരു പൊട്ടിപ്പെണ്ണിനെ വേണ്ടാത്തോണ്ടല്ലേ അവരെന്ന് ഇറങ്ങിപ്പോയേ. എന്നിട്ട് എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നേ? ഇന്ന് ഇതിവിടെ അവസാനിപ്പിച്ചേക്കണം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ വീട്ടിലേക്ക്, പടി. എത്രയായി? എന്തൊക്കെ? നീ എന്താ മോളെ ഇവിടെ വന്നേക്കുന്നു? കല്യാണോ? ആരുടെ കല്യാണം? അഖിലേ സന്ദീപായിട്ടോ? എന്താ കുട്ടി, നിനക്ക് വെളിപാടുണ്ടായോ?
എന്റെ മോളെ, ഇനി ഞാനല്ല സാക്ഷാൽ മൂകാംബികമ്മ ഇടപെട്ടാൽ പോലും അവനെ കൊണ്ട് അഖിലയെ കെട്ടിക്കാൻ പറ്റില്ല. ദേവൂട്ടി, അവനെന്തിനാ കൊട്ടാരം പോലത്തെ വീടൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കിടക്കുന്നത്? നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. മോളെ കാണാനും മോളോട് മിണ്ടാനും ഒക്കെ ആയിട്ടാണ് നാട്ടിൽ പോലും പോകാതെ അവൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. അവന്റെ അമ്മയുടെ ഒരു വാക്ക് മതി, ആ നിമിഷം നിന്നെയും കല്യാണം കഴിച്ച് അവൻ സ്ഥലം വിടും. അങ്ങനെയുള്ള അവനോട് അനിയത്തിയെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് അവനത് കേൾക്കണ്ട, വലിയ പുകിലാകും. മോളെ, അവൻ അപൂർവ ജന്മ. ലക്ഷക്കണക്കിന് ആൺകുട്ടികളെ എടുത്താൽ ഇങ്ങനെ ഒന്നിനെ കിട്ടില്ല. മോളെ വിട്ടിട്ട് അവൻ അഖിലയെ കല്യാണം കഴിക്കണമെന്ന് അവനോട് പറയാൻ എനിക്കാവില്ല. ദാ സന്ദീപ് വരും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ തന്നെ പറഞ്ഞു. എന്തു പറയുന്ന കാര്യങ്ങള്? ഓ, ഒന്നുമില്ലെന്നേ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ദേവൂട്ടിയോട് പറയായിരുന്നു. ദേവൂട്ടി അമ്മയുടെ കൂടെ ഇറങ്ങിയിട്ട് വീട്ടിൽ പോവാതെ ഇങ്ങോട്ട് വന്നല്ലേ? അമ്മയോ? ആരുടെ അമ്മ? ദേവൂട്ടിയുടെ അമ്മ. ദേവൂട്ടിയുടെ അമ്മ അനിയത്തിയും കുട്ടി അവിടെ ഹോട്ടലിൽ വന്നിരുന്നു. അവര് വിളിച്ചിട്ട് ഒപ്പം ഇറങ്ങുമായിരുന്നു ദേവൂട്ടി. അത് ശരി, അങ്ങനെയാണ് ചാക്കിനുള്ളിലെ പൂച്ച പുറത്തു ചാടിയത്. പൂച്ചയെ ചാക്കിൽ കെട്ടിവെച്ചെന്നു? അതെന്നെ, കുറെ നാളായി ഇന്ദുമതി ചാക്കിലൊരു പൂച്ചയും കെട്ടിവെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ദേവൂട്ടിയുടെ കയ്യിലൂടെ ഇന്നത് പുറത്തു ചാടി. ദാ കണ്ടില്ലേ, അതിന്റെ നഖം കൊണ്ട് എന്റെ വിഷമമുണ്ട് മുഖത്ത്. അയ്യോ, പൂച്ച മാന്തിയെങ്കിൽ ഉടനെ പോയി തീറ്റി എടുക്കണം. ഏയ്, ഇതങ്ങനത്തെ പൂച്ചയൊന്നും അല്ല. ഏത് പൂച്ചയാ മാന്തിയെന്ന് മോള് പറയും, അല്ലേ കുമാരേട്ടാ? പിന്നല്ല. ഏത് പൂച്ചയാ ദേവൂട്ടി മാന്തിയത്? ഓ, അഖില പൂച്ച അല്ലേ?